الحمد لله والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله والعاقبة للمتقين. ഏറ്റവും പ്രിയപ്പെട്ട വിശ്വാസി സഹോദരങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കാണാൻ സാധിക്കും. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. നിങ്ങളിൽ ഒരാളും തന്നെ യഥാർത്ഥ വിശ്വാസികളാവുകയില്ല ഏതുവരെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സഹോദരന് വേണ്ടിയിട്ടും ആഗ്രഹിക്കുന്നത് വരെ. നമ്മൾ നമുക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത് എന്തും ആത്മാർത്ഥമായി നന്മ ആഗ്രഹിക്കുന്നു. ഈ ദുനിയാവിലും ആഖിറത്തിലും സുഖവും സൗഖ്യവും സമാധാനവും എല്ലാ നിലക്കുമുള്ള അനുഗ്രഹങ്ങളും ഇരു ലോകത്തും നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. ഇത് നമ്മൾ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്കും വേണ്ടിയിട്ടും കൂടി ആഗ്രഹിക്കുന്നത് വരേക്കും നമ്മളുടെ ഈമാൻ പൂർത്തിയാവുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്ന മറ്റൊരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വചനമായ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് എന്ന് തുടങ്ങുന്ന ആയത്ത് ഒരു മനുഷ്യന്റെ ജീവിതവും മരണവും അതുപോലെ അയാളുടെ ആഖിറവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒരൊറ്റ ആയത്തിൽ അല്ലാഹു പറയുന്നു. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഏതൊരു നഫ്സും മരണം ആസ്വദിക്കും. എന്നിട്ട് ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നിങ്ങൾ എവിടെ ചെയ്തു വെച്ചതിന്റെ പ്രതിഫലം, നന്മയെങ്കിൽ നന്മ, തിന്മയെങ്കിൽ തിന്മ, അത് ലഭിക്കുന്നത് പൂർണ്ണമായി ലഭിക്കുന്നത് പരലോകത്താണ്. ചിലപ്പോൾ അതിന്റെ ചില പ്രതിഫലനങ്ങൾ ദുനിയാവിലുണ്ടായേക്കാം. നമ്മൾ ചെയ്തു വെക്കുന്ന കർമ്മങ്ങൾക്ക്, സൽക്കർമ്മങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രതിഫലം ദുനിയാവിൽ നിന്ന് തന്നെ കിട്ടിയേക്കാം. നമ്മളുടെ ദുഷ്കർമ്മങ്ങളുടെ പ്രതിഫലവും ദുനിയാവിൽ നിന്ന് തന്നെ കുറച്ചൊക്കെ കിട്ടിയേക്കാം. പക്ഷേ ഇന്നമായി യുവഫൗന ഉജൂറക്കും, നിങ്ങളുടെ പ്രതിഫലം പൂർത്തിയാക്കി നൽകപ്പെടുന്നത് ആഖിറത്തിൽ നിന്നാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്ന, അന്ന് ആരാണോ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് ഫഖദ് ഫാസ്, അയാളാണ് ഭാഗ്യവാൻ, അല്ലെങ്കിൽ അയാളാണ് വിജയി. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ, ഈ ദുനിയാവ് വഞ്ചനയുടെ ഒരു വിഭവമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പറയുന്നു. ആ വചനത്തിന്റെ ഒരു വിശദീകരണം എന്നോണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കാണാം. ഫമൻ അഹബ്ബ അൻ യുസഹ്സഹ അനിന്നാർ വയദ്ഖുലൽ ജന്ന, അള്ളാഹു പറഞ്ഞ ആ സ്വർഗപ്രവേശനവും നരകമോചനവും, വിജയികളുടെ ലക്ഷണമായി പറഞ്ഞ അതേ സ്വർഗപ്രവേശനവും നരകമോചനവും ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിലും ആഖിറത്തിലും വിശ്വസിച്ചിരിക്കുന്ന സമയത്ത് അവന്റെ മരണം അവനിലേക്ക് വന്നെത്തട്ടെ. അപ്പോൾ ആർക്കറിയാം മരണം എപ്പോഴാണ് വരുന്നത്? മരണം വരുന്ന സമയത്ത് അയാൾ എന്തുണ്ടാവണം? അള്ളാഹുവിലും ആഖിറത്തിലും വിശ്വാസം ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകട്ടെ. അതോടൊപ്പം അവന് കിട്ടാൻ ആഗ്രഹിക്കുന്നതുമായി അവൻ ആളുകളിലേക്ക് ചെല്ലട്ടെ. നമുക്ക് കിട്ടാൻ ഉദ്ദേശിക്കുന്ന നന്മ, നമുക്ക് കിട്ടാൻ ഉദ്ദേശിക്കുന്ന ഖൈർ, നമുക്ക് കിട്ടാൻ ഉദ്ദേശിക്കുന്നത് ഇൽമാണെങ്കിൽ, ദീനാണെങ്കിൽ, അതൊക്കെ നമുക്ക് കിട്ടിയതുമായി നമ്മൾ ആളുകളിലേക്ക് ചെല്ലുക. അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞ നരകപ്രവേശന സ്വർഗ പ്രവേശനവും നരകമോചനവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സാധ്യമാക്കും. അതുകൊണ്ട് കഴിയുന്ന രീതിയിൽ അറിഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുവാനും സഹോദരങ്ങളെ സ്വന്തത്തിന് തുല്യം സ്നേഹിക്കുവാനും നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.